നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ കണ്ടത് അസസ്മെന്റിന് മെഷർമെന്റ് എന്താണെന്നാണ് അല്ലേ. അപ്പൊ ഇതിന്റെ ഒരു ചാപ്റ്ററിന്റെ ഓവർവ്യൂ നമ്മൾ കണ്ടു, അതേപോലെ തന്നെ മെഷർമെന്റ് എന്താണെന്ന് നമ്മൾ കണ്ടു. അപ്പം നമുക്ക് ഈ സബ്ജക്റ്റിന്റെ പേര് തന്നെ അറിയാം. സബ്ജക്റ്റിന്റെ പേര് എന്താണ്? അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്നാണ് അല്ലേ. അപ്പം ഇവിടെ നമ്മൾ എംഫസിസ് കൊടുക്കുന്നത് എന്തിലാണ്? അസസ്മെന്റ് എന്ന പ്രോസസ്സിനാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു അസസ്മെന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു, ഒരു ഡേറ്റ കളക്ഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു മനസ്സിലാക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് അല്ലെ, ഒരു കുട്ടിയെ മനസ്സിലാക്കുന്ന അല്ലെ കുട്ടിക്ക് എത്രമാത്രം അറിയാം എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അസസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം അതിന്റെ ഡെഫിനിഷൻസും പിന്നെ മീനിങ്ങും ആ കാര്യങ്ങളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പൊ അസസ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കുന്നുണ്ട്. നമ്മുടെ സബ്ജക്ട് ഞാൻ പറഞ്ഞില്ലേ, പേര് തന്നെ എന്താണ്? അസസ്മെന്റ് ഫോർ ലേണിംഗ് ആണ് അല്ലെ. അപ്പം അസസ്മെന്റിന്റെ മീനിങ് എന്താണ്, ഡെഫിനിഷൻ എന്താണ്, അതേപോലെ തന്നെ അസസ്മെന്റിന്റെ നേച്ചർ എന്താണ്, അസസ്മെന്റിന്റെ ഗോൾസ്, അതിന്റെ സ്കോപ്പ് എന്താണ്, പിന്നെ ഫീച്ചേഴ്സ്, യൂസസ്, ഫങ്ഷൻസ്, പിന്നെ പലതരം അസസ്മെന്റ്, അതായത് ടൈപ്സ് ഓഫ് അസസ്മെന്റ്, ഇതെല്ലാം എന്താണ് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ് ആണ്. അപ്പൊ ഈ ടോപ്പിക്സ് എല്ലാം നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് ഇസ് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് അസസ്മെന്റ്. അപ്പൊ ഇതെന്താണ്, എങ്ങനെ നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം എന്ന് നോക്കാം. സോ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിസ്റ്റമാറ്റിക് കളക്ഷൻ, review and use of information about educational programs undertaken for the purpose of improving student learning and development. അതായത് എന്താണ്, നമ്മൾ സ്റ്റുഡന്റ് ലേണിംഗിന് വേണ്ടിയിട്ട് നടത്തുന്ന എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസിന്റെ റിവ്യൂ അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാംസിൽ കൂടെയുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഡേറ്റ കളക്ഷൻ അല്ലെങ്കിൽ ഇൻഫർമേഷൻ കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അസസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം അസസ്മെന്റ് എന്ന് പറയുന്ന ഒരു സൈക്ലിക് പ്രോസസ് ആണെന്ന് പറയാം. എങ്ങനെയാണ് സൈക്ലിക് പ്രോസസ് എന്ന് പറയുന്നത്? നമ്മളിപ്പം ഒരു കുട്ടിയെ അസസ് ചെയ്തു അല്ലെ, ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റില് ഒരു കുട്ടിയെ നമ്മൾ അസസ് ചെയ്തു എന്ന് വെച്ചോ. ഇപ്പൊ ഇംഗ്ലീഷിലാണ് വെച്ചോ, ആ കുട്ടിയുടെ വൊക്കാബുലറി അല്ലെങ്കിൽ സ്പെല്ലിംഗ്, ഓക്കെ, ആ കുട്ടിക്ക് എന്ത് നന്നായിട്ട് സ്പെല്ലിംഗ് അറിയാം എന്ന് നമ്മൾ അസസ് ചെയ്തു. ഓക്കെ, ഈ അസസ്മെന്റ് നമ്മളോട് എന്ത് പറയും? ചില സൗണ്ട്സ് ആ കുട്ടിക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു സൗണ്ട് വരുമ്പോൾ ആ കുട്ടി CH എന്ന് എഴുതുന്നിടത്ത് SH എന്നാണ് എഴുതുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു സൈഡിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കറക്ഷൻ നമുക്ക് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാം. അതായത് നമ്മുടെ ടീച്ചിങ് മെത്തേഡിനെ നമുക്ക് എന്ത് ചെയ്യാം? ആ കുട്ടിക്കായിട്ട് പേഴ്സണലൈസ് ചെയ്ത് കൊടുക്കാം അല്ലെ, ആ കുട്ടിയെ മനസ്സിലാക്കിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് അതെങ്ങനെയാ പറ്റിയത്? നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ആ കുട്ടി എന്താ ചെയ്യുന്നത് എന്ന് നമ്മൾ ഒബ്സർവ് ചെയ്തു അല്ലെ, റിവ്യൂ ചെയ്തു, ഡേറ്റ കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ടീച്ചിങ് പ്രോസസ്സിനെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു. അതായത് ബാക്കി കുഴപ്പമില്ല, ആ കുട്ടിക്ക് അറിയാം, പക്ഷെ ഈ ഒരു ഭാഗം ആ കുട്ടിക്ക് ഒന്നുകൂടെ നമ്മൾ എന്തോ ചെയ്തു, പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞു കൊടുത്തു. ഓക്കെ, അതിലൂടെ എന്താ സംഭവിക്കുന്നത്? ലേണിംഗ് ഒന്നും കൂടി ഇംപ്രൂവ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പ്രോസസ് എന്താണ്? നടന്നുകൊണ്ടേയിരിക്കും അല്ലെ. ലേണിംഗ് ഇംപ്രൂവ് ആയി, പിന്നെയും അസസ് ചെയ്തു, പിന്നെയും നമ്മൾ ടീച്ചിങ് മെത്തേഡ്സ് ഒന്നും കൂടി ഇംപ്രൂവൈസ് ചെയ്തു. അപ്പം ദിസ് ഇസ് ലൈക്ക് എ കണ്ടിന്യൂസ് പ്രോസസ്, എ സൈക്ലിക് കണ്ടിന്യൂസ് പ്രോസസ്. പിന്നെ വരുന്നതാണ് എന്താണ്? പ്രോസസ് ഓഫ് ഗാദറിംഗ് മീനിങ്ഫുൾ ഇൻഫർമേഷൻ അബൌട്ട് ദ സ്റ്റുഡൻസ് ലെവൽ ഓഫ് പെർഫോമൻസ് ടു ഇംപ്രൂവ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്. അപ്പൊ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ, എന്താ ചെയ്യുന്നത്? നമ്മൾ വി ആർ ഗാദറിംഗ് മീനിങ്ഫുൾ ഇൻഫർമേഷൻ. സ്റ്റുഡന്റിന്റെ ലെവൽ അറിയാനായിട്ട് നമ്മൾ സ്റ്റുഡന്റിനെ പറ്റിയുള്ള മീനിങ്ഫുൾ ഇൻഫർമേഷനെ ഗ്യാദർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അസസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ അസസ്മെന്റ് എന്തിനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? ഇറ്റ് ഹെൽപ്സ് ഇൻ മേക്കിംഗ് ഡെസിഷൻസ് റിഗാർഡിംഗ് സ്റ്റുഡൻസ് ഡെവലപ്മെന്റ്. അപ്പൊ സ്റ്റുഡന്റ് ഡെവലപ്മെന്റിനെ പറ്റിയുള്ള ഡിസിഷൻസ്, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം, എന്തൊക്കെ ഡെവലപ്മെന്റ് ഉണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് എവിടെ നിന്ന് സാധിക്കും? അസസ്മെന്റിലൂടെ സാധിക്കും. പിന്നെ എന്താണ്? അസസ്മെന്റ് ഇസ് എ പ്രോസസ് ബൈ വിച്ച് ഇൻഫർമേഷൻ ഇസ് ഒബ്റ്റെയിൻഡ് റിലേറ്റീവ് ടു സം നോൺ ഒബ്ജക്റ്റീവ് ഓർ ഗോൾ. അതായത് നമ്മൾ ഇത് എന്തിന്റെ ബേസിസിലാണ് ചെയ്യാം? നമുക്കൊരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ നമുക്ക് പെർട്ടിക്കുലർ, ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഒരു സ്പെല്ലിംഗ് ടെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വൊക്കാബുലറി ടെസ്റ്റ് ചെയ്യുന്നത്. സോ വി ഹാവ് എ പെർട്ടിക്കുലർ ഗോൾ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റീവ് ഉണ്ട്. ആ ഒരു ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? അസസ് ചെയ്യുക. പിന്നെ എന്താണ്? എ ടെസ്റ്റ് ഇസ് എ സ്പെസിഫിക് ഫോം ഓഫ് അസസ്മെന്റ്. അപ്പൊ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അസസ്മെന്റിന്റെ ഒരു സ്പെസിഫിക് ഫോം ആണ്. ഓക്കെ, അപ്പൊ ടെസ്റ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആ കിട്ടിയ ആൻസർ ഷീറ്റ് ഒന്നുകൂടെ ഇവാലുവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ റിവ്യൂ ചെയ്തിട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാം. കുട്ടിക്ക് ഈ ഒരു ഏരിയയിൽ ഇച്ചിരി പ്രോബ്ലം ഉണ്ട് എന്ന ഇൻഫർമേഷൻ കളക്ട് ചെയ്യും, നമ്മുടെ ടീച്ചിങ് മെത്തേഡ്സിനെ ഇംപ്രൂവൈസ് ചെയ്യുകയും അതനുസരിച്ച് ആ കുട്ടിയുടെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇംപ്രൂവ് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് അസസ്മെന്റ്. അവിടെ ടെസ്റ്റ് എന്ന് എഴുതേണ്ടതിനാണ് ടെസ്റ്റാന്ന് എഴുതിയിരിക്കുന്നത്, അതൊന്ന് നോക്കിയേ. Okay, now what are the definitions? Allen എന്ന
സൈക്കോളജിസ്റ്റിന്റെ ഡെഫിനിഷൻ ആണ്. അസസ്മെന്റ് ഇംപ്രൂവ്സ് ദ യൂസ് ഓഫ് എംപിരിക്കൽ ഡേറ്റ ഓൺ സ്റ്റുഡന്റ് ലേണിംഗ് ടു റിഫൈൻ പ്രോഗ്രാംസ് ആൻഡ് ഇംപ്രൂവ് സ്റ്റുഡന്റ് ലേണിംഗ്. എന്താ പറയുന്നത്? അസസ്മെന്റ് ഇൻവോൾവ്സ് ദ യൂസ് ഓഫ് എംപിരിക്കൽ ഡേറ്റ. എംപിരിക്കൽ ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? എംപിരിക്കൽ ഡേറ്റ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഡേറ്റ, അതായത് ഒബ്സർവബിൾ ആയിട്ടുള്ള ഔട്ട്കംസ്. ഓക്കെ, അപ്പം എംപിരിക്കൽ ഡേറ്റയെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇത് സിസ്റ്റമാറ്റിക്കലി നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്ന പറഞ്ഞില്ലേ, ആ ഒരു എംപിരിക്കൽ ഡേറ്റയെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? സ്റ്റുഡന്റ് ലേണിംഗിന്റെ ഉള്ള പ്രോഗ്രാംസിനെ, അതായത് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്? റിഫൈൻ ചെയ്യാണ്. എന്തിനാണ് റിഫൈൻ ചെയ്യുന്നത്? ലേണിംഗ് ഇംപ്രൂവ് ചെയ്യാനായിട്ട്, സ്റ്റുഡന്റിന്റെ ലേണിംഗ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ലേണിംഗ് പ്രോസസ്സിനെ എന്ത് ചെയ്യാണ്? റിഫൈൻ ചെയ്യാണ്. എന്ത് ബേസിസിലാണ് ഇത് റിഫൈൻ ചെയ്യുന്നത്? നമ്മുടെ കയ്യിലുള്ള ഇങ്ങനെ കളക്ട് ചെയ്ത, എന്താ പറയുക, സിസ്റ്റമാറ്റിക്കലി കളക്ട് ചെയ്ത എംപിരിക്കൽ ഡേറ്റ ഉപയോഗിച്ച്. Okay, so assessment involves the use of empirical data on student learning to refine programs and improve student learning. ഇങ്ങോട്ട് പറയണമെങ്കിൽ പറയാം, അസസ്മെന്റ് എന്ന് പറയുന്നതാണ് ഒരു ഡേറ്റ ഡ്രിവൺ സൈക്കിൾ പ്രോസസ് ആണ് അല്ലെ. അസസ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഡേറ്റ കളക്ട് ചെയ്യുന്ന ഡേറ്റ ഡ്രിവൺ ആണ്. അപ്പം ഇത് എന്തിനാണ് നമ്മൾ എയിം ചെയ്യുന്നത്? എന്തിനാണ് നമ്മൾ അസസ്മെന്റ് ചെയ്യുന്നത്? നമ്മുടെ ടീച്ചിങ് സ്ട്രാറ്റജീസ് ഇംപ്രൂവ് ചെയ്ത് സ്റ്റുഡന്റ് ലേണിംഗ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പം എംപിരിക്കൽ ഡേറ്റ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? നമുക്ക് റിലയബിൾ ആയിട്ടുള്ള അസംഷൻസ് ഒന്നും അല്ല, നമുക്ക് റിലയബിൾ ആയിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആയിട്ട് നമുക്ക് കാണാവുന്ന ആ ഡേറ്റ. അപ്പം ആ ഡേറ്റയുടെ ബേസിസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ കരിക്കുലത്തെ അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ടീച്ചിങ് മെത്തേഡ്സിനെ, നമ്മുടെ പ്രോഗ്രാംസിനെ റിഫൈൻ ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക. അതുകൊണ്ട് നമുക്ക് എന്താ കിട്ടുന്നത്? ഇംപ്രൂവ്മെന്റ് ഇൻ സ്റ്റുഡന്റ് ലേണിംഗ്. ഇതാണ് അസസ്മെന്റ്. ഓക്കെ, ഇനി ഫെന്റന്റെ ഡെഫിനിഷൻ എന്താണ്? അസസ്മെന്റ് ഇസ് ദ കളക്ഷൻ ഓഫ് റെലവെന്റ് ഇൻഫർമേഷൻ. അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ടോപ്പിക്കുമായിട്ട് റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷന്റെ കളക്ഷൻ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? അസസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദ മീനിങ് ആൻഡ് ഡെഫിനിഷൻസ് ഓഫ് അസസ്മെന്റ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത്, വാട്ട് ഇസ് ദ നേച്ചർ ഓഫ് അസസ്മെന്റ്? അസസ്മെന്റിന്റെ നേച്ചർ എന്താണ്? എങ്ങനെയുള്ള ഒരു സാധനമാണ്, അല്ലെങ്കിൽ എങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഈ അസസ്മെന്റ്? അപ്പൊ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ് തന്നെ നോക്കാം. What is assessment? Assessment is all about what? It collects data from various sources. അതായത് പല സോഴ്സസിൽ നിന്ന് ഒരു കുട്ടിയെ പറ്റിയുള്ള ഡേറ്റ കളക്ഷൻ പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ അതിനെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? അസസ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ എന്താണ്? റെസ്പോൺസ് ഓഫ് ദ പ്യൂപ്പിൾ. അതായത് നമ്മുടെ കുട്ടികൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ കുട്ടികളെ അസസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ എന്താണ്? റെസ്പോൺസ് ഓഫ് പ്യൂപ്പിൾ. ഇനി അടുത്തത് നോക്കാം. ഇറ്റ് ഫോക്കസസ് ഓൺ ഒബ്ജക്റ്റീവ് ബേസ്ഡ് ആൻഡ് ക്രൈറ്റീരിയ റെഫറൻസ് ഡേറ്റ. എന്ന് പറയുന്നത് എന്താണ്? അസസ്മെന്റ് മെഷർ ചെയ്യുന്നത് സ്പെസിഫിക് ലേണിംഗ് ഗോൾസിനെയാണ്. ഓക്കെ, സോ മെഷർമെന്റ്സ് എപ്പോഴും എന്താണ്? സ്പെസിഫിക്, നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന സ്പെസിഫിക് ലേണിംഗ് ഗോൾസ് ആണ്. അല്ലാതെ നമ്മൾ അപ്പുറത്തെ കുട്ടി ചെയ്തത് എത്രയാണ് എന്ന ബേസിസിലല്ല നമ്മൾ അസസ് ചെയ്യുക. നമ്മുടെ ലേണിംഗ് ഗോൾസ്, ഇപ്പൊ ആ കുട്ടിക്ക് എന്താണ് ഈ ഒരു പ്രായത്തില് അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിൽ ആ കുട്ടിക്ക് ഇത്രയും വൊക്കാബുലറി അറിഞ്ഞിരിക്കണം, അത് അപ്പുറത്തെ കുട്ടികൾക്ക് അതിലും കൂടുതൽ അറിയാമെന്ന് പറഞ്ഞ് ഈ കുട്ടികൾക്ക് കൂടുതൽ അറിയണം എന്നല്ല പറയുന്നത് അല്ലേ. ഈ കുട്ടിയും മീൻസ് നമ്മൾ രണ്ട് കുട്ടികൾ ഒരു ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ ഇവരെ രണ്ടുപേരെയും അസസ് നമ്മൾ ചെയ്യുന്നത് എന്ത് ബേസിസിലാണ്? ഈ ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കുട്ടിക്ക് എത്ര വൊക്കാബുലറി അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ കുട്ടിക്ക് ഏത് ലെവൽ വരെ മാത്സിന്റെ ഡിവിഷൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ അതെന്ന് പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റീവ് ബേസ്ഡ് അല്ലെങ്കിൽ ക്രൈറ്റീരിയ ബേസ്ഡ് ആണ്. നമ്മുടെ അപ്പുറത്തെ വേറൊരു കുട്ടിയെ ബേസ്ഡ് അല്ല എന്നാ പറയുന്നത്. സോ ഇറ്റ് ഫോക്കസസ് ഓൺ ഒബ്ജക്റ്റീവ് ബേസ്ഡ് ആൻഡ് ക്രൈറ്റീരിയ റെഫറൻസ് ഡേറ്റ. മനസ്സിലായല്ലോ. ഇനി അടുത്തത് എന്താണ്? ഇറ്റ് പ്രോസസസ് റിലയബിലിറ്റി. അസസ്മെന്റ് എന്താണെന്നാ പറയുന്നത്? റിലയബിൾ ആണെന്നാ പറയുന്നത്. അങ്ങനെ ആണെങ്കിൽ എങ്ങനെ ആയിരിക്കണം? ഇപ്പൊ ഞാൻ ഒരു സ്പെല്ലിംഗ് ടെസ്റ്റ് ഇട്ടു എന്ന് വെച്ചോ. ഈ സ്പെല്ലിംഗ് ടെസ്റ്റിന് ഇപ്പൊ കുട്ടിക്ക് ചില വേർഡ്സ് റോങ് ആയിട്ട് കിട്ടി. പിന്നെ ഞാൻ എന്ത് ചെയ്തു? രണ്ടാമതൊരു സ്പെല്ലിംഗ് ടെസ്റ്റും കൂടി ഇട്ടു. അതായത് സിമിലർ ആയിട്ടുള്ള വേർഡ്സിന്റെ, അത്രയും തന്നെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേർഡ്സിന്റെ രണ്ടാമത്തെ സ്പെല്ലിംഗ് ടെസ്റ്റ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും സ്കോർസ് എന്തായിരിക്കണം? കമ്പയറബിൾ ആയിരിക്കണം. ഓക്കെ, എന്നാലും നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ഈ നമ്മുടെ അസസ്മെന്റ് റിലയബിൾ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ പല സമയത്ത് നമ്മൾ ടെസ്റ്റ് ഇട്ടാലും, അതായത് നമ്മൾ വേറെ ഒരു പ്രോസസ്സ് നടത്താതെ ഈ ടെസ്റ്റ് ഇപ്പം രണ്ടുപേരിട്ടാലും ആ കുട്ടിയുടെ ആൻസേഴ്സ് അതെന്തായിരിക്കണം? സിമിലർ ആയിരിക്കണം. എന്നാലേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? നമ്മുടെ അസസ്മെന്റ് റിലയബിൾ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് എന്താണ്? അസസ്മെന്റ് പ്രൊവൈഡ്സ് മൾട്ടി ഡയമെൻഷണൽ സ്കോർസ്. വാട്ട് ഡു യു മീൻ ബൈ മൾട്ടി ഡയമെൻഷണൽ സ്കോർസ്? മൾട്ടി ഡയമെൻഷണൽ സ്കോർസ് എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? ഡിഫറെന്റ് സ്കിൽസ് ഇവാലുവേറ്റ് ചെയ്യാൻ. ഇപ്പൊ നമ്മളൊരു പ്രോജക്ട് ചെയ്യാന്ന് വെച്ചോ. ഓക്കെ, വി ആർ ഡൂയിങ് എ പ്രോജക്ട്, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഒരു പ്രോജക്റ്റ് കൊടുത്തു. ആ പ്രോജക്റ്റിൽ നമ്മൾ എന്തൊക്കെ നോക്കും? ആ കുട്ടി എങ്ങനെയാണ് ആ ഒരു ഐഡിയയിൽ എത്തിച്ചേർന്നത്, എത്രമാത്രം ആ പ്രോജക്റ്റ്
എന്താ പറയാ ക്രിയേറ്റീവ് ആണ്, അല്ലെങ്കിൽ നൊവാലിറ്റി എത്രമാത്രം ആ പ്രൊജക്റ്റിലുണ്ട്, എത്ര പുതുമയുണ്ട്. ഓക്കെ, പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്ത രീതി എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. പിന്നെ അത് എത്ര ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് നോക്കാം. അതിന്റെ എൻഡ് റിസൾട്ട് എന്താണ് എന്ന് നോക്കാം. സോ ഇതെന്താണ് നമ്മൾ ചെയ്യുന്നത്, പല ഡയമെൻഷനിൽ നിന്ന് ആ ഒരു പ്രൊജക്റ്റിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാണ്. ഇപ്പൊ നമ്മൾ പഴയ ഇപ്പൊ നമുക്ക് നോക്കാം, മീൻസ് ഇപ്പം എന്താണ് സ്കൂൾസിലൊക്കെ പ്രൊജക്ട്സിന് നമ്മൾ മാർക്ക് ഇടുമ്പോൾ നമ്മൾ ഏതൊക്കെ ബേസിസിൽ മാർക്ക് ഇടും, ആ പ്രൊജക്ട് എത്ര നോവലാണ്, അതായത് ബാക്കിയുള്ളവർ എത്ര മീൻസ് എത്ര പുതുമയുണ്ട് അതിൽ അല്ലെ, ആ ഒരു ബേസിസിൽ മാർക്ക് ഇടും. പിന്നെ അതിന് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ മാർക്ക് ഇടും. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഓഡിയൻസ് പോൾ, എത്ര ഓഡിയൻസ് അതിൽ ഇൻട്രസ്റ്റഡ് ആയിരുന്നു, അങ്ങനെ അതിന്റെ ബേസിസിൽ മാർക്ക് ഇടാം അല്ലെ. അപ്പം അങ്ങനെ ഇപ്പൊ നമ്മൾ ഞാൻ പറയുമ്പം സിംഗിങ് ഷോസിലൊക്കെ കണ്ടിട്ടില്ലേ, പല മീൻസ് ഒരു പാട്ട് പാടി ആ പാട്ടിനെ നമ്മൾ ഇതിന്റെ ഈ ഒരു ഭാഗം നന്നായിരുന്നു, അതിന്റെ എന്താ പറയാ മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ട് വളരെ നന്നായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ സപ്പോർട്ട് മ്യൂസിക് വളരെ നന്നായിരുന്നു എന്ന രീതിയിൽ ഇങ്ങനെ നമ്മൾ പല ഡയമെൻഷൻസിൽ എന്ത് ചെയ്യാം, നമുക്ക് സ്കോർ കൊടുക്കാം. അപ്പം അസസ്മെന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നത്, അസസ്മെന്റ് പ്രൊവൈഡ്സ് മൾട്ടി ഡയമെൻഷണൽ സ്കോർസ്. ഇപ്പൊ ഒരു സ്റ്റുഡന്റ് ക്ലാസ് റൂം പെർഫോം ചെയ്യുന്നത് എന്താണ്, മൾട്ടി ഡയമെൻഷണൽ ആയിട്ട് നമുക്ക് അസസ് ചെയ്യാം. പിന്നെ എന്താണ്, ഇറ്റ് മീൻസ് ദ മീനിങ് ഫുൾ ലേണിംഗ്. അസസ്മെന്റ് എന്ന് പറയുന്നത് റോട്ട് ലേണിംഗ് അല്ല. റോട്ട് ലേണിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ, എന്താണ് ബൈ ഹാർട്ട് പഠിക്കുന്നതിനാണ് നമ്മൾ റോട്ട് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അസസ്മെന്റ് എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്, റോട്ട് ലേണിംഗ് അല്ല, മനസ്സിലാക്കി ഉള്ള പഠനത്തെയാണ് നമ്മൾ അസസ് ചെയ്യുക. അപ്പൊ അസസ്മെന്റ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ എന്താണ് നോക്കി കണ്ട ആ കുട്ടി എങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബൈ ഹാർട്ട് ചെയ്ത് ചെയ്യാൻ പറ്റില്ല അല്ലെ. നമ്മൾ ആ സാഹചര്യത്തിൽ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതിൽ നിന്ന് നമ്മുടെ ടീച്ചർ എന്ത് മനസ്സിലാക്കാം, എത്ര ആ കുട്ടിക്ക് ആ കാര്യം മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, സോ അതെന്താണ് മീനിങ് ഫുൾ ലേണിംഗിനെ കുറിച്ചുള്ളതാണ്. പിന്നെ അസസ്മെന്റ് മീനിങ്സ്, അസസ്മെന്റ് ഹെൽപ്സ് ഇൻ ലിങ്കിങ് വിത്ത് ദ റിയൽ വേൾഡ് നോളജ്. അപ്പം അത് മീനിങ് ഫുൾ ലേണിംഗ് ആണെങ്കിൽ അടുത്തൊരു 2 പോയിന്റും റിലേറ്റഡ് ആണ് അല്ലെ. മീനിങ് ഫുൾ ലേണിംഗ് ആണ്, അതെന്ത് ചെയ്യും, റിയൽ വേൾഡ് നോളജുമായിട്ട് ലിങ്ക് ചെയ്യും. അതേപോലെ തന്നെ അതെന്തായിരിക്കും, നോളജിന്റെ ആപ്ലിക്കേഷൻ ലെവലും ആയിരിക്കും. ഓക്കെ, റോട്ട് ലേണിംഗ് ആണെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ലെവലിൽ പോകാൻ പറ്റുമോ, ഇല്ല. നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം, മീനിങ് ഫുൾ ആയിട്ട് തന്നെ നമ്മൾ പഠിക്കണം. ഓക്കെ, സോ അസസ്മെന്റ് ഇതെല്ലാമാണ്. പിന്നെ എന്താ പറയുന്നത്, ഇറ്റ് ഈസ് മൾട്ടി ഡയമെൻഷണൽ ഇൻ സ്ട്രക്ചർ. അപ്പൊ ആദ്യം നമ്മൾ മൾട്ടി ഡയമെൻഷണൽ സ്കോറിംഗ് ആണെന്ന് പറഞ്ഞു. ഇപ്പൊ എന്താണ്, ഇറ്റ് ഈസ് മൾട്ടി ഡയമെൻഷണൽ ഇൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് നമുക്ക് ഡിഫറെന്റ് ഓറിയന്റേഷൻസ് കൊടുക്കാം. അതായത് റിട്ടൺ ആയിട്ട് നമുക്ക് അസസ് ചെയ്യാം, ഓറൽ ആയിട്ട് അസസ് ചെയ്യാം, അങ്ങനെ. ഓക്കെ, ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ വൊക്കാബുലറി നോക്കാം. വൊക്കാബുലറി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്യാം. ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ വൊക്കാബുലറി ചോദിക്കുമ്പോൾ അതെന്താണ്, നമ്മൾ അതിൽ അസസ് ചെയ്യുന്നത് അവർക്ക് എത്ര റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര റിമെമ്പർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇതേ വൊക്കാബുലറി നമുക്ക് എവിടെയും നോക്കാം, എസ്സേസിൽ നോക്കാം അല്ലെ. എസ്സേയില് എത്ര നല്ല വൊക്കാബുലറി അവർ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര നല്ല പുതിയ വേർഡ്സ് അവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മൾ എന്താ നോക്കുന്നത്, റിമെമ്പർ ചെയ്യുന്നതല്ല നോക്കുന്നത്, അതിലെ യൂസേജ് ആണ് നോക്കുന്നത്, എത്ര യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്, അപ്ലൈ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം, റോൾ പ്ലേയിൽ നോക്കാം. റോൾ പ്ലേയിൽ അതായത് സ്പീക്കിംഗില് അവരെത്ര യൂസ് ചെയ്യാൻ കഴിക്കുന്നുണ്ട്. അപ്പം എന്താണ്, നമ്മളിപ്പം ഈ ഒരു നോക്കുന്നത് ഏതൊക്കെ ഓറിയന്റേഷനിലാണ്. ഒന്ന് നമ്മൾ ഫ്ലാഷ് കാർഡ് യൂസ് ചെയ്തിട്ട് എത്ര മെമ്മറൈസ് ചെയ്യാനുള്ള കഴിവുണ്ട് നോക്കി, അതേപോലെ തന്നെ നമ്മൾ എസ്സേസിൽ എത്രമാത്രം ഇത് യൂസ് ചെയ്യുന്നുണ്ട് നോക്കി അല്ലെ, എസ്സേസിൽ എത്രമാത്രം വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് നോക്കി, അതേപോലെ തന്നെ നമ്മൾ റോളിൽ എത്രമാത്രം സംസാരിക്കാൻ കഴിയുന്നുണ്ടെന്ന് നോക്കി. സോ ഇതെല്ലാം എന്താണ്, പല ഡയമെൻഷൻസ് ആണ് അല്ലെ. അപ്പൊ ഈ പല ഡയമെൻഷൻസിലും നമുക്ക് എന്ത് ചെയ്യാം, അസസ് ചെയ്യാം. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് അസസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, മൾട്ടി ഡയമെൻഷണൽ ഇൻ സ്ട്രക്ചർ ആണ്. ഇതിലെല്ലാം നമ്മൾ അസസ് ചെയ്തത് എന്താണ്, ആ കുട്ടിയുടെ വൊക്കാബുലറി ആണ് അല്ലെ. അതങ്ങനെ. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൈമറി അറ്റൻഷൻ ഓഫ് ടീച്ചർ ഈസ് ടു ഒബ്സർവ് ആൻഡ് ഇംപ്രൂവ് ലേണിംഗ്. അപ്പം അസസ്മെന്റ് ചെയ്യുന്നത് തന്നെ നമ്മൾ എന്തിനാണ് നമുക്ക് ടീച്ചർ എന്ത് ചെയ്യണം, ഒബ്സർവ് ചെയ്യുക, എന്നിട്ട് ലേണിംഗ് എന്ത് ചെയ്യുക, സ്റ്റുഡൻസിന്റെ ഇംപ്രൂവ് ചെയ്യുക. ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ അസസ്മെന്റ് പ്രോസസ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നത്. പിന്നെ എന്താണ്, ടീച്ചർ ഡിസൈഡ്സ് വാട്ട് ടു അസസ്, ഹൗ ടു അസസ്, ഹൗ ടു റെസ്പോണ്ട് ടു ദ ഇൻഫർമേഷൻ ഗെയിൻ ടു ദ അസസ്മെന്റ്. അപ്പൊ ടീച്ചറിന്റെ മേലിലാണ് ഈ കാര്യങ്ങളെല്ലാം. എന്താണ് നമ്മൾ അസസ് ചെയ്യേണ്ടത്, എങ്ങനെ അത് അസസ് ചെയ്യണം, ആൻഡ് ഈ ഒരു അസസ്മെന്റ് കഴിഞ്ഞ് കിട്ടിയ ഇൻഫർമേഷനെ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യണം. ഓക്കെ, ഇതെല്ലാം ആരാ ഡിസൈഡ് ചെയ്യുന്നതെന്ന് പറയുന്നത്, ടീച്ചർ. ഓക്കെ, അഗൈൻ both teacher and students are benefited through assessment. ആർക്കൊക്കെ ബെനിഫിറ്റ് ഉണ്ട്, ടീച്ചറിനുണ്ട് അല്ലെ. കാരണം ടീച്ചറിന് അറിയാൻ പറ്റും എന്ത് ലേണിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എവിടെയാണ് അവരുടെ ആ ടീച്ചറിന്റെ സ്റ്റുഡൻസ് ലാക്ക് ചെയ്യുന്നത്, അത് നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നൊരു അറിവ് ടീച്ചറിന് കിട്ടുന്നത്. അതേപോലെ തന്നെ സ്റ്റുഡൻസിന് ബെനിഫിറ്റ് ഇല്ലേ, ഉണ്ട്.
കാരണം ലേണിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ ലേണിംഗ് തന്നെ എന്ത് ചെയ്യാണ്, ഇംപ്രൂവ് ചെയ്യാണ്. ഇപ്പൊ ഒരു തരത്തിൽ പറഞ്ഞാൽ മനസ്സിലാവാത്ത കുട്ടിക്ക് വേറൊരു തരത്തിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ മനസ്സിലാവും അല്ലേ. അപ്പം ആ സ്റ്റുഡന്റ് എന്ത് ചെയ്യാണ്, ബെറ്റർ ആയിട്ട് ലേൺ ചെയ്യാണ് ചെയ്യുക. നെക്സ്റ്റ് ഇസ് അസസ്മെന്റ് ഡു നോട്ട് പ്രൊവൈഡ് എവിഡൻസ് ഫോർ ഇവാലുവേറ്റിംഗ് ഓർ ഗ്രേഡിംഗ് സ്റ്റുഡൻസ്. അസസ്മെന്റ് എന്ന് പറയുന്നത് ഗ്രേഡിങ്ങോ ഇവാലുവേഷനോ അല്ല. കാരണം അതിൽ മാർക്ക് കൊടുക്കുകയോ ഒരു ഡിസിഷൻ നീ പാസ് ആണ് നീ ഫെയിൽ ആണ് എന്ന് പറയല്ല. ഇതെന്താണ്, ലേണിംഗ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഈ അസസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ എന്തില്ല, ഇവാലുവേഷനും ഇല്ല, ഗ്രേഡിങ്ങും ഇല്ല. ഓക്കെ, ഇവാലുവേഷൻ നമ്മൾ പറഞ്ഞില്ലേ എന്താണ്, ഇൻട്രൊഡക്ഷൻ ഞാൻ ഇവാലുവേഷൻ പറഞ്ഞിരുന്നു. എന്താണ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞത്, നമ്മളൊരു ജഡ്ജ്മെന്റ് പാസ് ചെയ്യാം അല്ലെ, നീ ജയിച്ചു അല്ല നീ തോറ്റു അല്ലെങ്കിൽ നിനക്ക് A+ ഉണ്ട് എന്ന് പറയുന്നതാണ് എന്ത്, ഇവാലുവേഷൻ. അതേപോലെ ഗ്രേഡിംഗ് എന്ന് പറയുന്നത് അത് തന്നെയാണ് അല്ലെ, ജഡ്ജ് ചെയ്യുക അല്ലെങ്കിൽ മാർക്ക് ചെയ്യുക. ഇതൊന്നും അല്ല അസസ്മെന്റ് എന്ന് പറയുന്നത്. അസസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ലേണിംഗ് പ്രോസസ്സിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് അസസ്മെന്റ്. പിന്നെ എന്താണ്, ഇറ്റ് ഇസ് വെരി മച്ച് ഡിസൈൻഡ് സ്പെസിഫിക് ടു കോണ്ടെക്സ്റ്റ്. അതായത് ഒരു പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അസസ്മെന്റ് നടത്തുന്നത്. സോ ഇൻ ഷോർട്ട് നമുക്ക് എന്ത് പറയാം, അസസ്മെന്റ് എന്ന് പറയുന്നത് വളരെ സിസ്റ്റമാറ്റിക്കും ഫ്ലെക്സിബിളും ഇഫക്റ്റീവും ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, സോ നേച്ചർ ഓഫ് അസസ്മെന്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.